ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി സ്റ്റഡി. ഈസി സ്റ്റഡിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, ദ സെക്കൻഡ് ചാപ്റ്റർ ദ നെവർ നെവർ നെസ്റ്റ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വേഗം നോക്കാം. First question, the boy was excited and thrilled to witness the fight between the mongoose and the cobra. Narrate it. ബോയ് ബനിയൻ ട്രീയുടെ മുകളിലിരിക്കുമ്പോൾ തൻ്റെ ഗാർഡനിൽ മംഗൂസും കോബ്രയും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. 2020 5 മാർക്കിൻ്റെ കോൺവെർസേഷനായിട്ടും 2021 5 മാർക്കിൻ്റെ ഡയറി ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2021, 2023, 2024 7 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻ പഠിച്ചു പോകേണ്ടതാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാറ്റ് സ്കെച്ച് ഓഫ് ബോയ്. അല്ലെങ്കിൽ ആ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ എങ്ങനെ ചോദിക്കാം? ഡിസ്ക്രൈബ് ബോയ്സ് ക്ലോസ് നെറ്റ് റിലേഷൻ വിത്ത് നാച്ചർ. അല്ലെ, പ്രകൃതിയും കുട്ടിയുമായിട്ടുള്ള ബന്ധത്തെ എക്സ്പ്ലെയിൻ ചെയ്യുക. റൈറ്റപ്പ് ആയിട്ട് 2021 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റ് സ്കെച്ചാണ്, നന്നായിട്ട് പഠിക്കണം കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, ദ ബോയ് റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് അബൌട്ട് നാച്ചേഴ്സ് റയറസ്റ്റ് ഗിഫ്റ്റ്. അപ്പോൾ ബോയ് തൻ്റെ ബനിയൻ ട്രീയിൽ അല്ലെ, അവിടെ ആ കൂട്ടിൽ വെളുത്ത അണ്ണാൻകുഞ്ഞുങ്ങളെ കാണാണ്. അത് പ്രകൃതിയുടെ ഒരു റയറസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ കുട്ടി എക്സൈറ്റഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തൻ്റെ സുഹൃത്തിനെ അയക്കുന്ന ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 3 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അടുത്ത ചാപ്റ്റർ ആണ് ദ നെവർ നെവർ നെസ്റ്റ്. ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാറ്റ് സ്കെച്ച് ഓഫ് ആൻഡ് ജെയിൻ. എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 90% നമ്മുടെ SSLC എക്സാമിന് ചോദിക്കാവുന്ന ഒരു കാറ്റ് സ്കെച്ചാണ് ആൻഡ് ജെയിൻ്റെ. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആൻഡ് ജെയിൻ്റെ കാറ്റ് സ്കെച്ച് പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, Aunt Jane was disappointed with Jack's and Jill's way of life. Narrative of the story, The Never Never Nest. നെവർ നെവർ നെസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ നരേഷൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ എഴുതേണ്ടത് ജാക്കിന്റെയും ജില്ലിന്റെയും ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഇത് കണ്ട് ആന്റ് ജെയിൻ ഉണ്ടാകുന്ന ഡിസപ്പോയിന്റ്മെന്റും ആണ് ഇതിൽ എഴുതി വെക്കേണ്ടത്. നോക്കിയേ, 2020 2024 7 മാർക്കിന്റെ 6 മാർക്കിന്റെ ഒക്കെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നിർബന്ധമായും ഈ എസ്സേ പഠിച്ചു പോകേണ്ടതാണ്.